എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ എല്ലാവരും എഴുതുന്ന വരികൾക്കെല്ലാം മറുപടി പറയുകയല്ലല്ലോ എൻ്റെ ഉത്തരവാദിത്വം. വിഷയം അവിടെ തന്നെ നിലനിൽക്കുകയാണ്. അല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ മാധ്യമങ്ങളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എൻ്റെ പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്താമെന്ന് ഇന്നലെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാൻ KPC പ്രസിഡന്റിനെ നേരിട്ട് കണ്ട് ഈ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിൽ നിങ്ങൾ ഈ ടൈറ്റിൽ കാർഡുകൾ കൊടുക്കുന്നത് പോലെ KSUവും സർക്കാരും തമ്മിൽ വലിയ പോര്, അതിരൂക്ഷമായിട്ടുള്ള പോര് എന്ന തരത്തിലേക്കൊന്നും നിങ്ങളതിനെ കൊടുക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ സ്വാഭാവികമായും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൻ്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായൊരു വിഷയമാണ്. അതിൽ ഞങ്ങളുടെ ആശങ്കകൾ ഞങ്ങൾ സർക്കാരിനെ അറിയിച്ചിരുന്നു, പാർട്ടിയെ അറിയിച്ചിരുന്നു. പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഒരു വരി കൂടുതലോ ഒരു വരി കുറവോ പറയാതിരിക്കുകയാണ് ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തം. ഈ ഉത്തരവാദിത്തങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞാൻ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയം അവിടെ തന്നെ നിലനിൽക്കുകയാണ്. ആ വിഷയം സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ സർക്കാരിൻ്റെ മുൻപിൽ സംസാരിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിക്കും. അല്ലാതെ ഇവിടെ KSUവിനെ കാണാതിരിക്കുന്ന തരത്തിലേക്ക് ഒരിക്കലും പോകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യുന്നു, വി ആർ വെയിറ്റിംഗ് ടു മീറ്റ് അവർ CM. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, കോൺഗ്രസ് എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ജനാധിപത്യ കാഴ്ചപ്പാടുകളുള്ള ഒരു പാർട്ടിയാണ്. അവിടെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുണ്ടാവും, സംസാരങ്ങളുണ്ടാവും, അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങളെല്ലാം സമന്വയിച്ച് ഒരു പോയിന്റിലെത്തും. അതാണ് പാർട്ടിയുടെയും പ്രസ്ഥാനത്തിന്റെയും നിലപാട്. പക്ഷേ മുഖം നഷ്ടപ്പെടുന്ന ഒരു രീതിയുണ്ട്. കാരണം അരോക്ഷി പിന്തുണച്ച ഒരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ രംഗത്ത് വരുന്നു, VD സതീശനെതിരായിട്ട് വരുന്നു, പോസ്റ്ററുകൾ പതിക്കുന്നു. ഇതിങ്ങനെ മുമ്പോട്ട് പോയി അല്ല, അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ലാന്നേ. അതുകൊണ്ടാണല്ലോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്, പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തും. KSUക്കാരുടെ പ്രയാസങ്ങൾ, വിഷമതകൾ എല്ലാം പാർട്ടി കേൾക്കും. പാർട്ടി കേൾക്കുമെന്ന് പറയുമ്പോൾ അതിനപ്പുറം ഒരു വരി കടന്ന് ഞാൻ പറയുന്നതിൽ യാതൊരു അർത്ഥവുമല്ലല്ലോ. മുഖ്യമന്ത്രി മുഖം തരാതെ പോയ തലവഷിക്ക് പ്രയാസമുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വരി കൂടുതലോ കുറവോ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഇന്നലെ അത് വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി മാധ്യമങ്ങളുടെ മുൻപിൽ ഞാൻ പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരിക്കലും കാണാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകില്ലെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹവുമായി നിരന്തരം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പാർട്ടിയും ഈ വിഷയത്തിൽ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം KSUക്കാരുടെയോ കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രിയല്ല, കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വലിയ രീതിയിലേക്കുള്ള തിരക്കുകളുണ്ട്. ആ തിരക്കുകളെ ഞങ്ങൾ മാനിക്കുന്നു. ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കാനുള്ളൊരു അവസരം നിങ്ങൾ നൽകൂ. അത് സംസാരിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ കൂടുതൽ ഒരു പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ഇനി നടത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു വരി പോലും. KSU പ്രവർത്തകരെ കൊണ്ട് KC വേണുഗോപാൽ ചുടുചോറ് വാരിപ്പിക്കുന്നു എന്നുള്ള പ്രതികരണമൊക്കെ പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ KC വേണുഗോപാൽ KSUക്കാരെ കൊണ്ട് ഇത്തരത്തിൽ ചുടുചോറ് വാരിപ്പിക്കുകയാണോ? എന്തെങ്കിലും KSU എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെയും പറഞ്ഞു, KSU എന്ന് പറയുന്നത് സ്വതന്ത്രമായ നിലപാടുകൾ പറയാൻ, അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള പ്രസ്ഥാനമാണ്. അത് 1957 മുതൽ 2026 വരെ അത്തരത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തന ശൈലി. അത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ യാതൊരു വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടി നൽകുന്നുണ്ട്. അഭിപ്രായം പറയുന്ന കാര്യത്തിൽ അത് ഗ്രൂപ്പിൻ്റെ വാലിൽ കൊണ്ടുവന്ന് കെട്ടുന്നത് ശരിയായിട്ടുള്ള നിലപാടല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ യാതൊരു ഗ്രൂപ്പ് എലമെൻറ്റുമല്ല. ഇതിൽ KSUക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ സൂചിപ്പിച്ചു, ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് പാർട്ടിയുടെ പ്രസിഡന്റ്, കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റും ഞാൻ നടത്തുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഇടപെടലുകൾ നടത്തിയതിനു ശേഷം പോസ്റ്റ് മീഡിയയോട് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ ശേഷമാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നത്. ഇത് അജണ്ടയുടെ ഭാഗമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നടത്തേണ്ടത് എല്ലാ പരസ്യവും പറഞ്ഞ ശേഷം. ഞാൻ പറഞ്ഞ എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ എല്ലാവരും എഴുതുന്ന വരികൾക്കെല്ലാം മറുപടി പറയുകയല്ലല്ലോ എൻ്റെ ഉത്തരവാദിത്വം. അത് ഞാൻ പറയട്ടെ, 100 ആളുകളുണ്ടെങ്കിൽ 100 അഭിപ്രായങ്ങളുണ്ടാവും. ആ 100 അഭിപ്രായങ്ങൾക്ക് മൈക്ക് കെട്ടി അതിനെല്ലാം മറുപടികൾ പറയുക എന്നതല്ലല്ലോ സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം. ഞാൻ ഈ വിഷയത്തിൽ ഞാനൊരു ക്ലാരിറ്റി നൽകിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിലവിൽ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, KPCC ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും KSUവും സർക്കാരും തമ്മിൽ പോരുമായി മുന്നോട്ട് പോകുന്ന ടാഗ് ലൈനുകളോട് ഞങ്ങൾക്ക് താല്പര്യമില്ല.